സ്കൂളിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് സ്കൂൾ വർക്കാണ്. അപ്പൊ കുട്ടികൾ 4 പേര് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. അപ്പൊ അവര് അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ നമുക്കത് കണ്ടാലോ? ഓരോരുത്തരായിട്ട് അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു. ആദ്യമായിട്ട് കുഞ്ഞിനാണ് അനുഗ്രഹം വാങ്ങിക്കണത്. അടുത്തതായിട്ട് അക്കു, ഇനി അച്ചു, ലാസ്റ്റ് നമ്മുടെ ശ്രീകുട്ടൻ. അപ്പൊ 4 ആള് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോവാനായിട്ട്. അപ്പൊ അമ്മാമ്മനോട് ടാറ്റ പറയ്, നമുക്ക് സ്കൂളിൽ പോവാ. ഇനി സ്കൂളിൽ കാണാം. അങ്ങനെ സ്കൂളിൽ പോവാൻ റെഡിയായി. കുഞ്ഞിൻ്റെ സൈക്കിളിന്മേയാണ് പോണേ. ഞങ്ങള് ബൈക്കുമേയും സ്കൂട്ടിയുമേയും ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പൊ കുഞ്ഞിന് ആദ്യമായിട്ടാണ് സ്കൂളിൽ സൈക്കിളിന് പോണേ. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കുഞ്ഞിന്. അങ്ങനെ നമ്മുടെ സ്കൂളിലെത്തി. SNLPS കുഞ്ഞിത്തെ സ്കൂളാണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് 4 പേരും പഠിക്കണത്. അങ്ങനെ ഇത്ര നാളും വെക്കേഷനായിട്ട് വീട്ടിലിരുന്ന് ഇനി ഇതേ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അക്കൂനെയും അച്ചൂനെയാണ് ക്ലാസ്സിലേക്ക് ആക്കുന്നത്. അവർ 2 പേരും 2nd സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇതാണ് അച്ചുവിൻ്റെയും അക്കൂൻ്റെയും ക്ലാസ്. അപ്പോൾ 2 പേരും ഞങ്ങൾ ക്ലാസ്സിലാക്കാണ്. അപ്പം അച്ചു വേഗം തന്നെ പോയിട്ടോ. കൂട്ടുകാരെ കണ്ടപ്പോഴത്തേനും വേഗം പോയി. അടുത്തതായിട്ട് കുഞ്ഞിൻ്റെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞൻ 4th സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടുകാരുടെ അമ്മയും അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ ക്ലാസ്. അടുത്തതായിട്ട് ശ്രീകുട്ടൻ്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രീകുട്ടൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണ്. കൂട്ടുകാരെ കാണാമല്ലോ എന്ന ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ശ്രീകുട്ടൻ പോകുന്നത്. ഇതാണ് ശ്രീകുട്ടൻ്റെ LKG ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എല്ലാ പാരൻസും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോയി. ചെന്ന പാടെ ശ്രീകുട്ടൻ ടീച്ചർ ശ്രീകുട്ടന് ഒരു ഹാർട്ടിൻ്റെ ഫോട്ടോ വെച്ചേക്കണ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തു കേട്ടോ. അത് കിട്ടിയപ്പോൾ തന്നെ ആള് ഭയങ്കര ഹാപ്പി ആയി. അതിനുശേഷം അച്ചുമോളുടെ ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. നല്ലൊരു മഴയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെയ്ത മഴ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂള് തുറന്നു. ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ 2025-26 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ HMമാർ 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് കുരുന്നുകളുടെ കൈയും കൂടി പിടിച്ചാണ് ഇപ്രാവശ്യത്തെ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ടീച്ചേഴ്സ് നെൽപ്പറയൊക്കെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു സമൃദ്ധിയുടെ, നല്ലൊരു ഐശ്വര്യത്തിൻ്റെ, നല്ലൊരു അധ്യയന വർഷമാവട്ടെ ഈ ഒരു വർഷം എന്ന് ഞാനിപ്പോൾ ആശംസിക്കുകയാണ്. എല്ലാ കുരുന്നു മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ കേട്ടോ. കുറേ കുരുന്നുകൾ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖത്തൊക്കെയുള്ള ആ ഒരു കൗതുകം കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതിനുശേഷം ശ്രീകുട്ടൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ടീച്ചേഴ്സൊക്കെ അവിടെ പോയിക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ തിരിച്ചു വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ തിരിച്ചു വന്നിട്ടോ. അതിനുശേഷം പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് വീണ്ടും ബലൂൺസും ക്യാപ്പും ഈ സ്റ്റിക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടനും ബലൂൺ കിട്ടി. പിന്നെ ആ ബലൂൺ വെച്ചിട്ടുള്ള ആ ഒരു കളി തന്നെയായിരുന്നു കേട്ടോ. കുട്ടികളല്ലേ, അവർക്ക് ബലൂൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് റൂം ആണെന്നുള്ളതൊക്കെ അവർ മറന്നു പോവും. ടീച്ചേഴ്സ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗം ഒന്നും നോക്കാണ്ട് അവരോട് ഇരുന്ന് കളിക്കായിരുന്നു. പക്ഷെ അച്ഛനമ്മമാരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമ്മുടെ സരിത ടീച്ചറാണ് ഇവിടുത്തെ HM. അപ്പോൾ ടീച്ചറാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം PTA അംഗമായിട്ടുള്ള പ്രസിഡൻറ്റ്, മാനേജർ, സെക്രട്ടറി, അങ്ങനെ എല്ലാവരും പ്രസംഗിച്ചിട്ടോ, ബാക്കി ടീച്ചേഴ്സും. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് LKG ക്ലാസ്സിലേക്ക്. അതുപോലെ 1ാം ക്ലാസ്സിലേക്കും പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു സ്നേഹ സമ്മാനം കൊടുത്തു. ബാഗ്, റെയിൻകോട്ട്, അതൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം കൊടുത്തത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്.
അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പേര് വിളിക്കുന്നതിനനുസരിച്ച് കുട്ടികൾ വന്ന് അതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും എങ്ങനെയായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്യാണ്. ചേച്ചി കുഞ്ഞനെയും കൂട്ടി വരുന്നത് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം അവരും വന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.